ഹായ് കൂട്ടുകാരെ, നിങ്ങളുടെ മക്കളൊക്കെ ഇപ്പോൾ സംയുക്ത ഡയറി എഴുതുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ മോളത് 2024 ഈ ഒരു സംയുക്ത ഡയറി എഴുതി തുടങ്ങിയിട്ട്. അവൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. സംയുക്ത ഡയറി എന്തിനെന്ന് ചോദിച്ചാൽ, അവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷരങ്ങൾ പുതിയ സന്ദർഭത്തിൽ പ്രയോഗിക്കാൻ, അതുപോലെ തന്നെ ചെറിയ വാക്കുകൾ എഴുതി ശീലിപ്പിക്കാൻ, സ്വന്തം ആശയം അവർക്ക് എഴുതി എഴുതി തുടങ്ങാനൊക്കെ അവർക്ക് ഒരുപാട് ഉപകാരങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ സംയുക്ത ഡയറി എങ്ങനെ എഴുതാം എന്നുള്ള പലർക്കും സംശയമുണ്ടാകും. ഓരോ ദിവസത്തെയും കുട്ടിയുടെ അനുഭവങ്ങൾ പറയിപ്പിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് സ്കൂളിൽ വിട്ട് വരുന്ന ഒരു വൈകുന്നേരം ടൈമിലാണ് ഞങ്ങൾ എഴുതാറുള്ളത് കേട്ടോ. അപ്പം അത്രയും സമയത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടായിട്ട് അപ്പോൾ അവർ അതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഡയറി എഴുതാൻ മാത്രമല്ല, നമുക്കൊരു ഷെയറിങ് അവിടെ നടക്കുക. ഇനി ഇതാ രണ്ടാമത്തെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാ കുട്ടികളും സെലക്ട് ചെയ്യുക, അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും സങ്കടം ഉണ്ടായ ഒരു കാര്യം. പിന്നെ മൂന്നാമത്തെ സംഭവത്തിൻ്റെ ചിത്രം ബുക്കിൽ വരയിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കിളിനെ അവർ കണ്ടു, മയിലിനോ തത്തനെയോ എന്തെങ്കിലും കണ്ടു എന്നുണ്ടെങ്കിൽ അപ്പം ഒരു തത്തയുടെ ചിത്രം വരച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നാലാമത്തെ സംഭവത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ എഴുതുക. കൂടുതലൊന്നും എഴുതേണ്ട, 1-2 കാര്യങ്ങൾ. പിന്നെ ഇത് സംയുക്ത ഡയറിയാണ്. അപ്പോൾ മക്കളും അമ്മമാരും കൂടി ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത്. മക്കൾക്ക് അറിയുന്നത് അവർ പെൻസിൽ കൊണ്ടും, അവർക്കറിയാത്ത ചിഹ്നങ്ങളോ ഇനി അതല്ലെങ്കിൽ അക്ഷരങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ പേന കൊണ്ടും ചെയ്ത് കൊടുക്കുക. ഇതെൻ്റെ മോളുടെ ഡയറിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെ എഴുതാനൊക്കെ ആയിട്ട്. പിന്നെ ടീച്ചർ പറഞ്ഞിരുന്നു 100 ഡയറി ആയവർക്ക് ടീച്ചറുടെ വക സമ്മാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോൾ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് പിന്നെ പൊതുവേ ചിത്രം വരക്കാനും കൂടെ കൂടുതൽ താല്പര്യവും ഇഷ്ടമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ചിത്രം വരക്കും കൂടെ കളർ കൊടുക്കുകയൊക്കെ ആയപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവൾക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് ഒരു ഡയറി എഴുതിയതിൽ നല്ല സന്തോഷമുണ്ടായി. കാരണം ഇങ്ങനെ ഒരു സംഭവം പാഠഭാഗമായിട്ട് വന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ തന്നെയാണ് ഉള്ളത്. അവർക്ക് ചിത്രം വരക്കാൻ, എഴുതാൻ ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നല്ല ഗുണങ്ങൾ തന്നെയായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ ദിവസം ഡയറി എഴുതുമ്പോൾ അന്നത്തെ ഡേറ്റ് അവരെ കൊണ്ട് എടുപ്പിക്കുക. അതേപോലെ തന്നെ ആഴ്ചകളുടെ പേര്. ഞാനിപ്പോൾ ചെയ്യിച്ചിരുന്നത് ഒരാഴ്ച മലയാളത്തിൽ ചെയ്യിപ്പിക്കുക, ശനി ഞായർ തിങ്കൾ ചൊവ്വ അങ്ങനെ എഴുതുക, അടുത്ത ആഴ്ച സൺഡേ മൺഡേ അങ്ങനെ എഴുതിയിട്ട് അപ്പോൾ അവർക്ക് ആ ഒരു കാര്യം കൂടെ ഇതിലൂടെ പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കാനും സപ്പോർട്ടാക്കാനും ചെറിയ മക്കളുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കില്ല കൂട്ടുകാരെ.